ഈ ബുൾഡോസർ രാഷ്ട്രീയം എന്ന് പറയുന്നത് ബുൾഡോസർ ഇന്ത്യയിലെ നിയമങ്ങളെയാണ് ഇപ്പോൾ ബുൾഡോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം നമ്മുടെ നിയമങ്ങളെ മുഴുവൻ ബുൾഡോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലുള്ള ക്രിറ്റിസിസം, നിശ്ചിതമായ വിമർശനം സുപ്രീം കോടതിയുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങി. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സ്ഥലത്തെങ്ങാനും ഈ ബുൾഡോസർ രാഷ്ട്രീയമുണ്ടോ? ഒന്നുമില്ലല്ലോ. ഏറ്റവും കൂടുതൽ ബുൾഡോസർ എവിടെയാണ് പ്രയോഗിക്കുന്നത്? ബുൾഡോസർ പ്രയോഗിക്കുന്നത് മുഴുവൻ മുസ്ലിങ്ങളുടെ വീട് തകർക്കാനായിട്ട് ഉപയോഗിക്കുകയാണ്. അത് RSSൻ്റെ പ്രഖ്യാപിത നയമാണ്. അത് അവിടെ എന്നുള്ള രീതിയിൽ അതിനെ വിമർശിച്ചാൽ അതിലെന്താ തെറ്റ് പറയാനുള്ളത്? ഇപ്പോൾ സുപ്രീം കോടതിയുടെ കയ്യിൽ നിന്ന് ഈ വിമർശനം ഏറ്റുവാങ്ങില്ലേ? ഒരു കുഴപ്പമില്ലല്ലോ, കിട്ടിയപ്പോൾ മതിയായല്ലോ. ഇതുപോലുള്ള കാര്യങ്ങളാണ് ഈ ബുൾഡോസർ ഉപയോഗിച്ച് ആളുകളുടെ വീട് തകർക്കുക. വെറുതെ അങ്ങ് ഓരോരുത്തർ വെക്കുന്ന വീട് താമസസ്ഥലം മുഴുവൻ നശിപ്പിക്കുകയാണ്. എന്ത് ചെയ്യാനൊക്കും? അത് ആ ഒരു കുടുംബത്തിൽ, അതാ ചോദിച്ചേ, ആ കുടുംബത്തിൽ ഒരാളൊരു കുറ്റം ചെയ്തെന്നിരിക്കട്ടെ, സുപ്രീം കോടതി പറഞ്ഞു കുറ്റം ചെയ്താൽ ബാക്കി ആളുകളെ അതിന് ശിക്ഷിക്കുന്നത് എങ്ങനെയാണ്? എന്ത് നിയമമാണ്? ഇതാണോ നീതി? അപ്പോൾ നീതിയുടെ കടക്കലാണ് ഈ ബുൾഡോസർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നിയമങ്ങളുടെ കടക്കലാണ് ഈ ബുൾഡോസർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒന്ന് മാറണം. അങ്ങനെയുള്ളവർ രാഹുൽ ഗാന്ധി വിമർശിക്കാനിരിക്കുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കണം സ്വന്തമായിട്ട്. അതായത് ഇപ്പോൾ ഗുജറാത്തിൽ തന്നെ ഇത് നടന്നല്ലോ. അപ്പോൾ സ്വന്തമായിട്ട് ഇതൊക്കെ ഈ രീതിയിൽ ചെയ്യുന്നവർ, അവർക്ക് വേറൊരാളുടെ നേർക്ക് വിരൽ ചൂണ്ടാനുള്ള അവകാശമുണ്ടോ എന്ന് അവർ സ്വയം ഒന്ന് ചിന്തിക്കട്ടെ. രാഹുൽ ഗാന്ധിയുടെ വിദേശ സന്ദർശനം ഒരുപാട് പേർക്ക് ദഹിക്കുന്നില്ല. അത് BJPക്കാർക്കാണ്, വേറെ ആർക്കും കുഴപ്പമൊന്നുമില്ല. പ്രത്യേകിച്ച് നമ്മുടെ ബഹുമാന്യനായ ആഭ്യന്തരമന്ത്രി ശ്രീ അമിത് ഷായ്ക്ക് അതൊട്ടും ദഹിക്കുന്നില്ല. അതിന് ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ അറിയാം നന്നായിട്ട്. അതൊരു പ്രശ്നമാണ്. അമേരിക്കയിൽ പോയി ബബ്ബ അടിക്കാനല്ല രാഹുൽ ഗാന്ധി പോകുന്നത്, വിദ്യാർത്ഥികളുമായിട്ട് സംവദിക്കാനാണ് പോകുന്നത്. വിദ്യാർത്ഥികളെ എഴുതി പഠിപ്പിച്ചിട്ട് പോകുന്നതല്ല. അതുപോലെ സെലക്ട് ചെയ്തിട്ട് പഠിപ്പിച്ച് ഇന്ന ചോദ്യം ചോദിക്കും, അപ്പോൾ നിങ്ങൾ ചിരിക്കണം, ഇന്നത് ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ സങ്കടപ്പെടണം, നിങ്ങൾ കരയണം. ഇതൊന്നും പഠിപ്പിച്ചിട്ടല്ല രാഹുൽ ഗാന്ധി പോകുന്നത്. അദ്ദേഹം സർവകലാശാലയിലെ വിദ്യാർത്ഥികളുമായിട്ട് സംവദിക്കാൻ പോയതാണ്. അതിനകത്ത് അവർ അത് അറിയാവുന്നതുകൊണ്ടും വിവരമായിട്ട് സംസാരിക്കാൻ അറിയാവുന്നതും കൊണ്ടുമാണ് അദ്ദേഹം അവിടെ പോയത്. ഇപ്പോൾ അദ്ദേഹം പോയി കഴിഞ്ഞിട്ട് നമ്മുടെ രാജ്യത്തെ അപമാനിക്കുന്നു എന്ന്. ഈ രാജ്യം എന്ന് പറയുന്നത് RSSകാരുടെയാണോ രാജ്യം? അപ്പോൾ RSSകാരെ അപമാനിച്ചെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ അവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് വിമർശിച്ചെന്നിരിക്കട്ടെ, അത് രാജ്യത്തെ വിമർശിക്കുന്നത് എങ്ങനെ പറയാൻ പറ്റും? അപ്പോൾ ശ്രീ അമിത്ഷായുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് RSS എന്ന് പറയുന്നതാണ് നമ്മുടെ രാജ്യം എന്നുള്ളതാണ്. അത് രാഷ്ട്രത്തിൻ്റെ സങ്കല്പത്തിൽ RSS വരുന്നില്ല എന്നുള്ളത് ആദ്യം അദ്ദേഹം തിരിച്ചറിയണം. അപ്പോൾ RSSനെ ക്രിട്ടിസൈസ് ചെയ്യുന്നു. കാരണം അവർ നാനാത്വത്തിൽ ഏകത്വം കാണുന്ന രാജ്യമാണ് നമ്മുടേതെന്നും അതിനെ അവർ ആ രീതിയിലല്ല കാണുന്നതെന്നും RSSകാരെ വിമർശിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ആ രീതിയിൽ ഉള്ള പ്രസംഗം നടത്തി. അവിടുത്തെ ആ പ്രസംഗത്തിന് അത് ഇന്ത്യ അപമാനിക്കുന്നത് എങ്ങനെയാവുന്നത്? ഇന്ത്യയെ ക്രിട്ടിസൈസ് ചെയ്യുകയാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇന്ത്യ എന്ന് പറയുന്നത് RSS ആണോ? അപ്പോൾ RSSൻ്റെ ഈ നയങ്ങളെ രാഹുൽ ഗാന്ധി വിമർശിച്ചു. ഇനി ഞാൻ വേറെ ഒരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ BJPയെ രാഹുൽ ഗാന്ധി വിമർശിച്ചെന്നിരിക്കട്ടെ, BJP ആ രാഷ്ട്രീയ പാർട്ടി വിമർശിച്ചു. ഇതെങ്ങനെ ഇന്ത്യയെ വിമർശിക്കലാവും? BJP എന്ന് പറയുന്നത് ഇന്ത്യയാണോ? അല്ലല്ലോ. അത് ആദ്യം ഒന്ന് തിരിച്ചറിയണം. അതായത് ഒരാൾ വിവരമായിട്ട് പോയി സംസാരിക്കുന്നു, അയാൾക്ക് അത് ആ അംഗീകാരം കിട്ടുന്നത് നമ്മൾ എടുക്കുകയല്ലേ വേണ്ടേ? വിവരമായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ആളുകളെ പണ്ട് കോൺഗ്രസ്സുകാർ പോലും അവരെ ബഹുമാനിച്ചിട്ടില്ലേ? ഇപ്പോൾ ശ്രീ വാജ്പേയിയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാനായിട്ട് ശ്രീമതി ഇന്ദിരാഗാന്ധി അയച്ചത് വിദേശത്ത്. അത് മറന്നു പോകരുത്. കാരണം എന്താ? വാജ്പേയിക്ക് മാത്രമേ അത് നന്നായിട്ട് അവതരിപ്പിക്കാൻ അറിയാവൂ എന്ന് ശ്രീമതി ഗാന്ധിക്ക് അറിയാവുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അത് വാജ്പേയി തന്നെ വിട്ടു ആ കാര്യത്തിന്. അതിനെന്താ കുഴപ്പം? അതുപോലെ ഇനി ഇന്ത്യയെ പ്രതിനിധീകരിച്ചാണ് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി അതിനൊന്ന് നിയോഗിക്കട്ടെ. അപ്പോൾ അന്നേരം അവിടെ പോയി അദ്ദേഹം ഇന്ത്യയെ ക്രിട്ടിസൈസ് ചെയ്യത്തില്ലല്ലോ. അതാദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു സംഘടനയോ ക്രിട്ടിസൈസ് ചെയ്താൽ അത് ഇന്ത്യയെ ക്രിട്ടിസൈസ് ചെയ്യുന്നതല്ല എന്ന് തിരിച്ചറിയാനുള്ള ബോധമെങ്കിലും, സാമാന്യ ബോധമെങ്കിലും നിങ്ങൾക്കൊക്കെ വേണം. അത്രേ ഉള്ളൂ. അതാണ് വേണ്ടത്. അല്ലാതെ രാഹുൽ ഗാന്ധി ചീത്ത പറയല്ല വേണ്ടത്. അദ്ദേഹം നല്ലതായിട്ടാണ് അവിടെ സംസാരിച്ചത്. ആ പറഞ്ഞ കാര്യത്തിൽ ഒരു തെറ്റുമില്ല. അത് നമ്മൾ തിരിച്ചറിയണം. അത് തെറ്റില്ലെന്നുള്ളത് ഇപ്പോൾ പ്രകടമായിക്കൊണ്ടിരിക്കുകയല്ലേ ഓരോ കാര്യത്തിലും. ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഇപ്പോൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ, ഗുജറാത്ത്, അവിടെ ഖേദ ജില്ലയിൽ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരാൾ ഒരു കുറ്റം ചെയ്തതായിട്ട് പറയപ്പെടുന്നു. അറിഞ്ഞൂടാ. അയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്.
ആ കുടുംബത്തിൻ്റെ വീട് പൊളിക്കാനായിട്ട് അവർ നിയമാനുസരണം പണിഞ്ഞേക്കുന്ന വീട് പൊളിക്കാൻ നോട്ടീസ് കൊടുത്തേക്കാണ്. അപ്പോൾ അയാൾ സുപ്രീം കോടതി പോയി. കാരണം ഇത് ബുൾഡോസർ വെച്ച് ഇടിക്കും. അറിയാം, അയാൾ ഒരു മുസ്ലിമാണ്. അതാണ് അയാളുടെ പ്രശ്നം, അവരുടെ പ്രശ്നം.